മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സജന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു നടി എന്നതാണ് ഇപ്പോൾ സജനയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു നടി ആയതുകൊണ്ട് മാത്രമല്ല സജനയെക്കുറിച്ചുള്ള സംസാരം, ചർച്ചാ വിഷയം. ഫിറോസ് എന്ന് പറയുന്ന ഭർത്താവിനെ ചതിച്ച് വഞ്ചിച്ച് മറ്റൊരാളുമായിട്ട്, പ്രത്യേകിച്ച് ഈ കേരളം, ഈ ലോകമൊന്നടങ്കം ആരാധനയോടെ കാണുന്ന ഒരു മനുഷ്യനുമായിട്ട് സജനയ്ക്കുള്ള ബന്ധം, ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചർച്ചകളും ഗോസിപ്പുകളുമാണ് സോഷ്യൽ മീഡിയ നിറയെ. സജന തന്നെ പലപ്പോഴും അതിന് അവസരം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നതിലും തെറ്റില്ല. എന്തായാലും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. സജന, റസൂൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ, ഇവർ മൂന്ന് പേരും പരസ്പരം കരിവാരി തേക്കുന്നത് പോലെയുള്ള ഫോൺ കോളുകളും സംശയങ്ങളും, റസൂൽ പൂക്കുറ്റിയുടെ കുഞ്ഞ് സജനയുടെ വയറ്റിലുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും, എങ്ങനെയാണ് തൻ്റെ ഭാര്യ ചതിച്ചത് എന്ന് പറഞ്ഞ് തെളിയിക്കുന്ന ഫിറോസിൻ്റെ സോഷ്യൽ മീഡിയ വ്ളോഗുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് സജന ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നു. ഒരു പ്രത്യേക യൂട്യൂബ് ചാനൽ നൽകിയിട്ടുള്ള ഒരു അഭിമുഖം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ അഭിമുഖം കണ്ടതോടുകൂടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സജനയ്ക്കെതിരെ ഉണ്ടാകുന്നത്. അതായത് സജന സംസാരിക്കുന്നത് തികച്ചും തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ സജന ഒരു വെള്ളപൂശൽ നടപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിമർശനങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം. തനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല, തനിക്ക് പറയാനുള്ളതെല്ലാം താൻ തുറന്നു പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സജന ഈ വീഡിയോ തുടങ്ങുന്നത് എങ്കിൽ പോലും ആരെയൊക്കെയാണോ രക്ഷിക്കേണ്ടത് അവരെക്കുറിച്ച് ഒരു മോഡിഫിക്കേഷൻ പോലെ പ്രത്യേകിച്ചൊന്നും പറയാതെ പോകുകയും, ആരെയാണോ താൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ A to Z കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുറത്തേക്കിട്ട് അവരെ വലിച്ചു കയറുകയും ചെയ്യുന്ന ഒരു രീതി. അതായത് റസൂൽ പൂക്കുറ്റിയെക്കുറിച്ച് സജനയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ സജന ചുരുക്കി പറയുകയും ഫിറോസ് ഖാനെ കുറിച്ച് പറയാനുള്ളതെല്ലാം വിശദമായിട്ട്, പ്രത്യേകിച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പറയുകയും ചെയ്ത ഒരു ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കണ്ടാൽ മനസ്സിലാകും. ഫിറോസ് ഖാൻ ഒരു ഭർത്താവായിരുന്ന കാലത്ത് തന്നോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതകളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ഒരു പോക്സോ കേസ് അടക്കം സൂചിപ്പിച്ചു പോകുന്നുണ്ട്. മറുവശത്ത് റസൂൽ പൂക്കുറ്റിയുമായിട്ട് എന്താണ് സജനയുടെ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ സജന പറയുന്നത് അയാൾ തൻ്റെ ഒരു ഏറ്റവും വലിയ രക്ഷകനാണ് എന്നുള്ളതാണ്. ഒരച്ഛനെ പോലെയാണ്, ഒരു സഹോദരനെ പോലെയാണ് റസൂൽ പൂക്കുറ്റി തൻ്റെ ജീവിതത്തിൽ എന്നുള്ളതാണ് സജന പറഞ്ഞു വെക്കുന്നത്. താൻ ഒരിക്കൽ ഒരു വലിയ കുഴിയിൽ ചെന്ന് വീണപ്പോൾ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തിയിട്ടുള്ള രക്ഷകരിൽ ഒരാളാണ് റസൂൽ പൂക്കുറ്റി എന്നും, അതുകൊണ്ട് തന്നെ അയാളോടുള്ള നന്ദി തനിക്ക് തൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നുമൊക്കെ സജന പറഞ്ഞു വെക്കുന്നു. ആയിരിക്കാം. പക്ഷേ ഇതോടുകൂടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നൊരു സംശയമുണ്ട്. അച്ഛനാണ് എന്ന് പറയുന്ന, സഹോദരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ആ ചോദ്യം. എന്തായാലും ആ ഒരു പ്രസ്താവന ഈ ഒരു പോഡ്കാസ്റ്റിൽ സജന പറഞ്ഞിട്ടില്ല എങ്കിലും റസൂൽ പൂക്കുറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്നും അതിൽ സജനയ്ക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നതും അത് അബോഷനായി പോയതാണ് എന്നുള്ളതൊക്കെ തോന്നുന്ന ഒരു കോൾ റെക്കോർഡ് റസൂൽ പൂക്കുറ്റിയും സജനയും തമ്മിൽ സംസാരിക്കുന്ന കോൾ റെക്കോർഡ് പുറത്തു വിട്ടിരിക്കുന്നത് ഈ പറയുന്ന ഫിറോസ് ഖാൻ, സജനയുടെ മുൻ ഭർത്താവായിരുന്ന ഫിറോസ് ഖാനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ കോൾ റെക്കോർഡ് കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇവർ തമ്മിൽ ഒരു അച്ഛൻ ബന്ധമോ സഹോദര ബന്ധമോ ഒന്നും തന്നെ ആയിരുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും ഇതൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു എന്നതുകൊണ്ടാണ് നമ്മളും ഇത് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തനിക്ക് പറയാനുള്ള, തനിക്ക് രക്ഷപ്പെടുത്താനുള്ള ആളുകളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തുന്ന തരത്തിൽ ഒരു വെള്ളപൂശൽ പോഡ്കാസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. അതുപോലെ തന്നെ സജനയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അവൾ ഒരു പഠിച്ച ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള തരത്തിലാണ്. അതായത് ഒരു വിവാദം എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് സജന എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് സോഷ്യൽ മീഡിയ ട്രെൻഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന സജന ഒരു കാര്യവുമില്ലാതെ രേണു സുധി എന്ന് പറയുന്ന ഒരു പേര് വലിച്ചിട്ടിരിക്കുന്നു.
അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയായിട്ടുള്ള രേണു സുധിയെക്കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ? രേണു സുധി എന്ന് പറയുന്ന ഒരു പേര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ അവർക്ക് കിട്ടും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു സോഷ്യൽ മീഡിയ സെൻസേഷൻ തന്നെയാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി. ആ ഒരു വ്യക്തിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലാണ് സജന പറഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളതും വാസ്തവമാണ്. രേണു സുധി ദുബായിലൊക്കെ പോയി അവിടെ നിന്ന് മോശമായിട്ടുള്ള രീതിയിലൊക്കെ പണം സമ്പാദിക്കുന്നു, രേണു സുധിയെ പോലെ ഞാനും പെട്ടുപോയേനെ എന്നൊക്കെ തരത്തിലൊക്കെയാണ് സജന തൻ്റെ നിസ്സഹായ അവസ്ഥ പറയുന്നത്. ഒരു കാര്യവുമില്ലാതെ രേണുവിൻ്റെ പേര് അവിടെ പരാമർശിച്ചത് ഈ പറയുന്നത് പോലെ സിമ്പതി, ജനങ്ങൾക്കിടയിൽ ആ പേര് കേൾക്കുമ്പോഴുണ്ടാകുന്ന സിമ്പതി ക്രിയേറ്റ് ചെയ്യാനാണ് എന്നുള്ളൊരു ആക്ഷേപവുമുണ്ട്. എന്തായാലും സജനയുടെ വാക്കുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. സജന പറയുന്ന പ്രധാനപ്പെട്ട ആ ഒരു ഏരിയ, നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ അറിയാത്ത കാലത്ത് അബദ്ധത്തിൽ പോയി വീണ ഒരു പ്രശ്നം. ആൻമരിയയും ദിയാസനയും എൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു അന്ന്. ആൻമരിയയ്ക്ക് ഞാനും അയാളും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്ന കാലം. എൻ്റെയും അയാളുടെയും തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കോളിൻ്റെ വോയിസ് റെക്കോർഡാണ് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നത്. ആളുടെ പേര് പറയുന്നില്ലെങ്കിലും റസൂലിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ ഇടയിൽ നിന്നിരുന്നത് ആൻമരിയയും ദിയയും ഒക്കെയായിരുന്നു. റസൂലിക്കാർ തൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല എന്നും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി 6 മാസം കഴിഞ്ഞപ്പോഴാണ് താൻ ഫിറോസിനെ വേണ്ട എന്ന് വെച്ചതെന്നും സജന പറയുന്നു. ഈ സമയത്ത് തനിക്ക് വർക്കൊന്നും കിട്ടിയിരുന്നില്ല. 6 വർഷമായി ഞാനും ഫിറോസും വേർപിരിഞ്ഞിട്ട്. എൻ്റെ മോളെ ഫിറോസ് അടിക്കുന്നു, ഇവൾ ചത്തുപോയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കുഞ്ഞിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഒരു വർക്കിന് പോയപ്പോഴാണ് താൻ ആദ്യമായിട്ട് റസൂലിനെ കാണുന്നത്. ശേഷം ഒരു വർക്കുമില്ലാതിരുന്ന സമയത്ത് തനിക്ക് ദുബായിൽ ഒരു വർക്ക് വന്നു. അതൊരു വലിയ കുരുക്കായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ദുബായിലേക്ക് പോയത് കൊളാബിന് വേണ്ടിയിട്ടാണ്. സുഹൃത്ത് വഴിയാണ് പോയത്. കടം മേടിച്ച പൈസയുമായിട്ട് അന്ന് താൻ ദുബായിലേക്ക് പോയി. അവിടെ ചെന്ന ശേഷമാണ് സത്യം മനസ്സിലാക്കിയത്. രേണു സുധി പോയിരിക്കുന്നത് പോലെ ഞാൻ ബാറുകളിൽ പോയി ഇരിക്കേണ്ടി വന്നു. ആദ്യത്തെ എൻ്റെ വിദേശയാത്രയായിരുന്നു. ദുബായിലേക്ക് മുൻപ് പോയിട്ടില്ല. മലയാളികൾ വരുന്ന ബാറിൽ ഗസ്റ്റായി പോയിരുന്നാൽ 500 ദിർഹം കിട്ടും. ഞാൻ കുരുക്കിൽപ്പെട്ടതുപോലെയായി അവിടെ. ഇത്ര രൂപ കൊടുത്താൽ തന്നെ എന്നെ കിട്ടും എന്ന രീതിയിൽ വരെ ദുബായിൽ എൻ്റെ ഫോട്ടോ വെച്ച് പ്രചാരണങ്ങൾ തുടങ്ങി. ഒരു സ്ത്രീയാണ് എന്നെ വെച്ച് ബിസിനസ് ചെയ്തിരുന്നത്. ഞാൻ ഇതൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല. ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നതിനിടെ അടുത്തെല്ലാം തന്നെ കൊണ്ടുപോയി. പക്ഷേ എന്നെ ആരും യൂസ് ചെയ്തിട്ടില്ല. അതിനുള്ള മുന്നൊരുക്കമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഇതിനിടയിലാണ് ഒരു പുള്ളിക്കാരി തന്നെ രക്ഷിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ താൻ പിഴച്ചവളായി മാറുമായിരുന്നു എന്നുള്ളതാണ് സജന പറയുന്നത്. റസൂൽ പൂക്കുറ്റി കാരണം കൂടിയാണ് താൻ രക്ഷപ്പെട്ടതെന്നും എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ പുള്ളിക്കാരിയാണ് തന്നെ പെടുത്തിയതെന്നും സജന പറയുന്നു. തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു പൈസയുമില്ല. ശേഷമാണ് ഒറ്റയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത്. വൃത്തികെട്ട കുഴിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ്. എനിക്ക് വർക്കില്ലാതിരുന്ന സമയത്ത് എന്നെയും മക്കളെയും ചിലവിന് നോക്കിയ ആളാണ് റസൂൽ. അയാൾ എനിക്ക് ദൈവതുല്യനാണ്. അദ്ദേഹം എൻ്റെ ആരാണെന്ന് പറയാൻ സാധിക്കില്ല. കാമുകനാണോ, സഹോദരനാണോ, വാപ്പയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ദൈവമാണെന്നും എന്ന് പോലും അറിയില്ല. അത്രമാത്രോളം എന്നെയും മക്കളെയും സംരക്ഷിച്ചൊരു വ്യക്തി, വലിയൊരു മനുഷ്യനാണ് റസൂൽ എന്നാണ് സജന പറയുന്നത്. അതേസമയം റസൂലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം, അതായത് ഫിറോസ് ഖാൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ സന്ദേശം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് സജന പറയുന്നു. പക്ഷെ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് സജന പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ ഓഡിയോയിൽ പറയുന്നതാകട്ടെ റസൂലിൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച അവസ്ഥയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവർ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പ്രചരിപ്പിക്കുമ്പോഴും ഇത് തനിക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താനും തന്നോട് ഇപ്പോൾ താല്പര്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കാനും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായി കൂടെ ഇവർ ഇതിനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്.